ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ്. ഒറ്റപ്പാലത്ത് നിന്നും നമ്മൾ പാലക്കാടേക്ക് വീണ്ടും യാത്ര പോവുകയാണ്. വരൂ, നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഓക്കെ. പാലക്കാട് രണ്ടാളിലെ നമ്മുടെ ഡ്രൈവർ ഒരു മഞ്ഞക്കിളിയായിട്ടാണ് ഇരിക്കുന്നത്. ഒറ്റപ്പാലത്ത് നിന്ന് കുറേ മഞ്ഞക്കിളികൾ പിന്നെ ഈ ബസ്സിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ ഒരു മഞ്ഞമയം. അങ്ങനെ നമ്മൾ പാലക്കാടേക്കുള്ള പാടത്ത് കൂടെ പോവുകയാണ്. ഈ പാടത്ത് കൂടെ ഉള്ള തണുത്ത കാറ്റ് വന്നിട്ട് അങ്ങനെ മേലിങ്ങനെ തട്ടി തഴുകി തലോടി നമ്മളിങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഉറങ്ങാനൊന്നും കൂട്ടാക്കി. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാലക്കാട് ജില്ലയിൽ കൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ നല്ലൊരു കാറ്റ് എപ്പോഴും ഉണ്ടാവുന്നത്. പഴനിക്ക് ഈ പാലക്കാട് ജില്ല ഈ വഴിയാണ് പോവുക. ഞാൻ ബസ്സിൽ കയറുന്നത് അറിയോ, പിന്നെ ഞാനൊന്നും അറിയില്ല, അങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പം ഞാൻ വിചാരിക്കും ബസ്സിൽ നിന്ന് ഇറങ്ങണ്ട, എന്നാൽ ഇത് വഴിയൊന്ന് ഇങ്ങോട്ടും കൂടി ഒന്ന് യാത്ര ചെയ്യുക. അത്ര സുഖമാണ് ഈ പാലക്കാട് ജില്ലയിൽ കൂടെയുള്ള ബസ് യാത്ര. അങ്ങനെ പാലക്കാടിൻ്റെ നെൽവയലുകളിലൂടെ ഇളം തെന്നൽ ഏറ്റുവാങ്ങി ഞാൻ ഇപ്പോൾ പാലക്കാട് ടൗണിൽ എത്താറായി. ബസ് സ്റ്റാൻഡിലാണ്. ഇനി കൽപ്പാത്തിയിലേക്ക് ഒരു പച്ച KSRTC ബസ് വരും. അതിൽ കയറി ഞാൻ കൽപ്പാത്തിയിലേക്ക് പോകും. എന്തിനാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്നാൽ വരൂ, വീണ്ടും കാണാം. അങ്ങനെ നമ്മുടെ രാജപ്രഭ ഡ്രൈവർ, ആ മഞ്ഞക്കിളി, എനിക്കുള്ള ഒരു ബസ് കാട്ടിത്തന്നു. അത് എന്തായാലും ഒരു ഉപകാരമായി. അങ്ങനെ ബസ്സിൽ കയറി പോവുകയാണ്. ഇവിടെ എത്തിയാൽ അധികം ഒരു തമിഴ് ചൊയ്യാണ്. ഡ്രൈവർ കിളിയെല്ലാം. ബസ്സിലും ഭയങ്കര തിരക്കാണ്. എങ്ങനെയൊക്കെ ഞാൻ ബസ്സിൽ കയറി പോവുകയാണ്. അങ്ങനെ ഞാൻ കൽപ്പാത്തിയിൽ വന്നിറങ്ങി. ആളൊരുങ്ങി, അരങ്ങൊരുങ്ങി, കൽപ്പാത്തിയിൽ തേരൊരുങ്ങി. അത് കാണാൻ ഞാനും ഒരുങ്ങി, അത് കാണാൻ നിങ്ങളും എല്ലാവരും ഒരുങ്ങി ഈ കൽപ്പാത്തിയിലേക്ക് വരണം. ഇത് 1-ാം തേരിൻ്റെ അന്നാണ്. അന്ന് വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ 2-ാം തേരിൻ്റെ അന്ന് ഒന്നും കൂടി തിരക്ക് കൂടും. 3-ാം തേരിൻ്റെ അന്ന് തിരക്കായിരിക്കും. ഞാൻ വരുമെന്നൊന്നും എനിക്കറിയില്ല. ജാതി മത ഭേദമന്യേ കാണാൻ വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഈ കൽപ്പാത്തി തേര് കാഴ്ച. ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വീഡിയോ ഇടുന്നതായിരിക്കും. ബൈ. എല്ലാം പറഞ്ഞ പോലെ ചെയ്യണേ, മറക്കരുത് കേട്ടോ.